ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കൊച്ചടുക്കളയിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും കുറച്ച് ദിവസമായില്ലേ കൊച്ചടുക്കളയിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ച് മേക്കിംഗ് ആണ്. അപ്പോൾ ഒരു ചെറിയൊരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ ഒരുപാട് ഇലാബറേറ്റ് അല്ല, ഒരു ചെറിയൊരു ലഞ്ച്. അതായത് പാവയ്ക്ക സാമ്പാർ ഉണ്ടാക്കാം. എല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇന്നെന്തായാലും ഒരു പാവയ്ക്ക സാമ്പാറുണ്ട്, പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, വെറൈറ്റി ചമ്മന്തി. ആൻഡ് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒരു എളുപ്പത്തിലൊരു പച്ചടി ആൻഡ് ഒരു പെരട്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ 4 കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാം സിമ്പിൾ കാര്യം. അപ്പോൾ പാവയ്ക്ക സാമ്പാറിന് വേണ്ടിയിട്ട് 2 പാവയ്ക്ക അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അരിയണം. ഇപ്പുറത്തെ ഒരടുപ്പിൽ നമുക്ക് പാവയ്ക്ക വറുക്കാം, ഒരടുപ്പിൽ അതിന് കുറച്ച് സാമ്പാർ പരിപ്പ് വേവിക്കുകയും വേണം. അപ്പോൾ കൽച്ചട്ടി ഇവിടെ സെറ്റാണ്. കുറച്ച് സാമ്പാർ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് 1 മണിക്കൂറായി. അപ്പോൾ അത് കുറച്ച് കുതിർന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേകും. അപ്പോൾ കുക്കറില്ലാണ്ട് തന്നെ നമുക്ക് കൽച്ചട്ടിയിൽ വെച്ച് വേവിക്കാം. തുടങ്ങാം. സാമ്പാർ പരിപ്പിങ്ങനെ കുതിർന്നിരിക്കുവാണ്, 1 മണിക്കൂറായി. അടുപ്പ് കത്തിച്ച് തുടങ്ങാം. കുറച്ച് വെള്ളം, പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളം തിളയ്ക്കട്ടെ. ഇത് നമുക്ക് കുറച്ച് പാവയ്ക്ക വറുത്തെടുക്കണം. ഇപ്പുറത്തെ അടുപ്പും കൂടി കത്തിക്കാം. അപ്പോൾ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. 2 പാവയ്ക്ക കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്യും. ഏകദേശം 1 കപ്പോളം നമുക്ക് പാവയ്ക്ക വറുത്തത് വേണ്ടി വരും. വറുക്കാന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, ഡീപ് ഫ്രൈ ചെയ്യണമെന്നില്ല, വഴറ്റി ഒന്ന് മൂപ്പിച്ചാലും മതി. വെള്ളം തിളയ്ക്കാറായി. അപ്പോൾ ഇനി പരിപ്പ്, സാമ്പാർ പരിപ്പ് അതിനകത്തേക്ക് ഇടുന്നു. ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റി തുടങ്ങാം. പാവയ്ക്ക ഇത് 1/2 കപ്പ് സാമ്പാർ പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കൊച്ചുള്ളി, ഒരു 6-7 കൊച്ചുള്ളിയും കൂടി ചേർത്തു. പാത്രം ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ, പാവയ്ക്ക പീസസ് ഇട്ട് വറുത്തെടുക്കാം. പാവയ്ക്ക ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, മൂത്ത് തുടങ്ങി. ഇനി കുറച്ച്, അതായത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി, അത് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കറക്റ്റ് ഇല്ല, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറവാണ്. കുതിരാനായിട്ട് വയ്ക്കുന്നു. കുറച്ച് പുളിവെള്ളം വേണ്ടി വരും. ഓക്കെ, ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എണ്ണ ബാക്കിയുണ്ട്, ആദ്യം ഒഴിച്ച എണ്ണ. ഇനി കുറച്ച്, ഇതിപ്പോൾ 1 പാവയ്ക്കയാണ്, ഇനി 1 പാവയ്ക്കയും കൂടി ഉണ്ട് വറുക്കാൻ. അതും കൂടി ഇതേ എണ്ണയിലിട്ട് വറുത്ത് പോരും. ഓവറായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, കരിപ്പായിട്ടല്ല, പക്ഷേ ഒരു ചെറിയൊരു ബ്രൗൺ. ഇനി ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിൽ ബാക്കി പാവയ്ക്ക പീസസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ സാമ്പാർ പരിപ്പ് പാകത്തിന് ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. ഞാൻ തീ നന്നായിട്ട് കുറച്ചു. പാവയ്ക്കയും സെക്കൻഡ് ലോട്ടും വറുത്ത് മാറ്റാൻ സമയമാകും. ഇത് നോക്കി, കളറെല്ലാം മാറി. ഇപ്പോൾ എടുക്കാറായി വരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കാം. പുളി കുതിരാനായിട്ട് വെച്ചല്ലോ, അതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഒരു ചെറിയ നാരങ്ങ, ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് പുളി എടുത്തത്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 1.25 കപ്പ് വെള്ളം എന്ന് പറയാം, പുളിവെള്ളം. ഒന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ വറുത്ത പാവയ്ക്ക അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. പാവയ്ക്കയുടെ കളറൊക്കെ നോക്കിയത്, ഇത് ഭയങ്കര ക്രിസ്പി അല്ല, പക്ഷേ നല്ലതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ പോലെ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നു. പക്ഷെ ഒരു ചെറിയ കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ഈ പുളിവെള്ളത്തിൽ കിടന്ന് വേകുമ്പോൾ ആ കയ്പ്പ് മാറും. അപ്പോൾ നമ്മുടെ പുളിവെള്ളം തിളയ്ക്കാറായി. അത് തിളച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ചിരിക്കുന്ന നോക്കി പാവയ്ക്ക. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ക്രിസ്പിയാക്കി നമുക്ക് കടിക്കാനൊന്നും അധികം കിട്ടില്ല. ഇതാകുമ്പോൾ അത്യാവശ്യം കഷ്ണങ്ങളുണ്ടാവും സാമ്പാറിൽ. ഇതിൻ്റെ കയ്പ്പെല്ലാം ഈ പുളിവെള്ളം കൊണ്ടുപോകും. എന്തൊക്കെ പറഞ്ഞാലും പാവയ്ക്കൊരു കയ്പ്പുണ്ടാകുമല്ലോ.
കൈപ്പക്ക എന്നല്ലേ പറയുന്നത് പാവയ്ക്കൊക്കെ, കൈപ്പക്ക. ഇപ്പോൾ പുളിവെള്ളത്തിൽ കിടന്ന് ഈ വറുത്ത പാവയ്ക്ക വേകുന്നു. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞാൽ ഈ പുളിവെള്ളത്തോടു കൂടി തന്നെ വേവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെന്തുകൊണ്ടിരിക്കുന്ന പരിപ്പിലേക്ക് ചേർക്കാം. അതേ പരിപ്പ് പെർഫെക്റ്റ്ലി ഡൺ. ഇതാ നോക്കിക്കോളൂ. ഇനി ഞാൻ നമ്മുടെ പാവയ്ക്ക വിത്ത് പുളിവെള്ളം അതിനകത്തേക്ക് മാറ്റാൻ പോകുന്നു. ഇനി ആ പരിപ്പിൻ്റെ കൂടെ കിടന്ന് വേകട്ടെ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് തുടങ്ങാം. സാമ്പാറാണല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു സാമ്പാർ വയ്ക്കുന്ന പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ പൊടി റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഞാൻ തന്നെ നമ്മുടെ വ്ളോഗിൽ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നമുക്ക് എരിവിനനുസരിച്ചിട്ട്. ഇതിനൊക്കെ 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം മതി. അത്രയും ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടി ചേർത്ത കോമ്പിനേഷൻ. ഞാനിപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി കോംബോ ആണ് ചേർക്കാൻ പോകുന്നത്. പരിപ്പ്, പാവയ്ക്ക, കൊച്ചുള്ളി എല്ലാം കൂടി നന്നായിട്ട് ഒന്നിച്ച് കിടന്ന് തിളച്ച് മറിയുന്നു. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കും. മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ടാണ് മുളക് പൊടിയുടെയൊക്കെ അളവ് തീരുമാനിക്കേണ്ടത്. ഇതിനകത്തേക്ക് പച്ചമുളക് 2 അരിഞ്ഞിടാം. നമ്മുടെ പാവയ്ക്ക സാമ്പാറിലേക്ക് തൊണ്ടമുളകും കൂടി ഇടുന്നു. 2 മുറിച്ചിടും. പക്ഷേ ഇത് പച്ചമുളക് ഇട്ടാലും മതി നിങ്ങൾക്ക് തൊണ്ടമുളക് കിട്ടിയില്ലെങ്കിൽ. ഇനി കുറച്ച് വെള്ളം, ചൂടുവെള്ളം സാമ്പാറിൻ്റെ ഒരു അയവനുസരിച്ചിട്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത്. അത് മതിയാകും. കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കണം. 1/4 ടീസ്പൂൺ മതി കായപ്പൊടി. 1/2 ടീസ്പൂൺ നിറച്ച ഉലുവാപ്പൊടിയും ചേർക്കണം. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഇപ്പോഴേ മണം വന്നു തുടങ്ങി കായപ്പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ. ഇത് കഴിഞ്ഞാൽ നമ്മൾ താളിച്ച് വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. ഇത് 200 കുറുകലുണ്ടാവുമല്ലോ, ഒന്നുകൂടി ഒക്കെ തിളയ്ക്കണം. യെസ്, ഓൾമോസ്റ്റ്. ഇനി ഒരു തിള വന്നാൽ മതി. കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തുവെങ്കിലും ഇനിയും കുറച്ചുകൂടി ഉപ്പ് വേണം. നന്നായിട്ട് തിള വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി പൊടിച്ചിടാം. അതും കൂടി വരുമ്പോഴാണ് കറക്റ്റ് ബാലൻസ്. 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത്. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. എനിക്ക് തോന്നിയത് 1 ടീസ്പൂണെങ്കിലും വേണം എന്നാണ്. 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തോളൂ. അപ്പോൾ കറക്റ്റ് ആ പുളിയും പിന്നെ എന്തായാലും പാവയ്ക്കാണ്. അപ്പോൾ ഒരു ചെറിയൊരു കയ്പുണ്ടാവും. അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ചെറിയ ശർക്കരയുടെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ സാമ്പാറിൽ ചിലപ്പോൾ സദ്യ സാമ്പാറിലൊക്കെ ഇച്ചിരി ശർക്കര ചേർക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചേർത്തു. ഞാൻ 1/2 ടീസ്പൂണും കൂടി ചേർക്കാം. ശർക്കര പൊടിച്ച്. ഇപ്പോൾ പൗഡേർഡ് ജാഗറി കിട്ടുമല്ലോ, അത് ചേർത്താലോ മതി. അല്ലെങ്കിൽ 1 കഷ്ണം പൊട്ടിച്ചിടുക. സാമ്പാറിൻ്റെ മണം. ഇത് താളിച്ചൊഴിക്കാം. ഓൾമോസ്റ്റ് റെഡി. 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. കടുകെല്ലാം നല്ല പൊട്ടിത്തുടങ്ങി. വറ്റൽമുളക്, കറിവേപ്പില. എന്നിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. ഒരല്പം, 1 നുള്ള് കായപ്പൊടിയും കൂടി ചേർക്കുക എക്സ്ട്രാ. അതൊരു സ്പെഷ്യൽ മണം കിട്ടും. ഈ സാമ്പാറിൻ്റെ മുകളിലേക്ക് യെസ്, അടിപൊളി സാമ്പാർ ഇസ് റെഡി. പാവയ്ക്ക സാമ്പാർ ഇസ് റെഡി. അല്പസമയം കഴിഞ്ഞിട്ട് അത് ഇളക്കിയാൽ മതി. പിന്നെ കിടക്കട്ടെ. അങ്ങനെ അടിപൊളി നമ്മുടെ പാവയ്ക്ക സാമ്പാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പാവയ്ക്കയുടെ ആദ്യത്തെ ഒരു പ്രോസസ്സ് ഉണ്ട്, ഞാൻ കാണിച്ചില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പാവയ്ക്ക അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അല്പസമയം പുരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിയണം. പിഴിയുമ്പോൾ അതിൻ്റെ ആ ചാറ് കുറച്ചങ്ങ് പോവും. അന്നേരം കയ്പ്പ് കുറേ പോവും. പിന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളം വാലാൻ വെച്ചിട്ട് എണ്ണയിൽ വറുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കയ്പ്പില്ലാണ്ട് പാവയ്ക്ക സാമ്പാർ ഉണ്ടാക്കാം.
സാധാരണ അങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ ഒട്ടും കയ്പില്ലാണ്ട് കിട്ടും. പക്ഷേ ഇതെനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ അല്ലാണ്ട് ചെയ്തതാണ്, ഞാൻ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടല്ല ചെയ്തത്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല, ചെറിയൊരു കയ്പുണ്ട്, അത്രേ ഉള്ളൂ. അതാകാം, പക്ഷേ അത്രയും പോലും കയ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് സാമ്പാർ കഴിഞ്ഞു, എളുപ്പത്തിൽ തന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. കൊച്ചുള്ളി പച്ചടി. കൊച്ചുള്ളി പച്ചടി എന്ന് പറയുമ്പോൾ കൊച്ചുള്ളി ഏകദേശം ഒരു 8-10 എടുക്കുക, വലുതാണെങ്കിൽ. എന്നിട്ട് അതിങ്ങനെ ഒന്നുകിലും നീളത്തിന് അല്ലെങ്കിൽ വട്ടത്തിന്, ആ സൈസ് അനുസരിച്ചിട്ട് സ്ലൈസ് ചെയ്യുക, ഘനം കുറച്ച്. ഏകദേശം 1 കപ്പ് ഉണ്ടാവണം അരിഞ്ഞ് കൊച്ചുള്ളി. സവാളയല്ല കേട്ടോ, കൊച്ചുള്ളി തന്നെ വേണം. അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊച്ചുള്ളിയൊക്കെ തൊലി മാറ്റിയിട്ട് അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് എളുപ്പമാണ്, അപ്പോൾ വർക്കിംഗ് ലേഡീസിനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. ഉള്ളി അരിയുന്നു, ഉണ്ടാക്കി തുടങ്ങുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ പച്ചടി, ഉള്ളിപ്പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. ഉള്ളിപ്പച്ചടി എന്ന് വെച്ചാൽ ഇത് കൊച്ചുള്ളിയാണ്, കണ്ടാലിങ്ങനെ സൈസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ആക്ച്വലി ഇത് ചെറിയ ഉള്ളിയാണ്, അതിൻ്റെ വലുതാണ്, ഹൈബ്രിഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്ലൈസസ് ആയിട്ട്, അല്ലെങ്കിൽ വട്ടത്തിനാണെങ്കിലും കുഴപ്പമില്ല, ഘനം കുറച്ച് ഇങ്ങനെ മുറിക്കാം. ഇത് സവാള അല്ല കേട്ടോ, ഇത് ചെറിയ ഉള്ളി തന്നെയാണ്. ഒരു കപ്പ് കൊച്ചുള്ളി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ വിഭവങ്ങളെല്ലാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം ഒരു താളിക്കൽ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ. എണ്ണ ചൂടായി തുടങ്ങി. ഇനി കടുക്, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ജീരകമൊക്കെ പൊട്ടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, പിന്നെ വറ്റൽ മുളക്, കറിവേപ്പില, എല്ലാം കൂടി ഒരു പൊട്ടൽ മയം. ഇനി നമ്മുടെ കൊച്ചുള്ളി, ആ 1 കപ്പ് കൊച്ചുള്ളിയും കൂടി ചേർക്കും. നന്നായിട്ട് വഴറ്റി മൂപ്പിക്കും. ഉള്ളിയെല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്റ്റേജിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് 1 ചേർത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി അല്പം ഒന്ന് തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഉടച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി, ഉള്ളിപ്പച്ചടി റെഡിയാകും. മതി, കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ല കുറുകിയ തൈര്. തൈര് നന്നായിട്ട് ഉടച്ചിട്ടാണ് ചേർക്കുക. അതിന് ഏകദേശം 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരല്പം കൂടി ആയിട്ടും കുഴപ്പമില്ല, ഏകദേശം ഓക്കെ. ഇച്ചിരി ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയിരിക്കുന്ന തൈരിൻ്റെ ഒരു മോര് പോലെ ആക്കിയിട്ടുണ്ട്. അത്രയും മതി. ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കണം. ഇതൊരു ബാലൻസിങ്, അത്രേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ധാരാളം മതിയാവും. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ ഉള്ളിപ്പച്ചടി ഈസ് ഓൾസോ റെഡി. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആഹാ, പെർഫെക്റ്റ്. ഒരു പൊടിക്ക് ഉപ്പ് ചേർക്കണോ? മതി. എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ, അതാണ് ഞാൻ പിന്നെയും ചേർക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. യെസ്, ഫിനിഷ്ഡ്. അപ്പോൾ 3ാമത്തെ ഐറ്റവും തുടങ്ങാൻ പോണു. പൈനാപ്പിൾ പെരട്ട്. ഇതൊരു മധുരവും എരിവും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു ഐറ്റം ആയിരിക്കും. എനിക്കിഷ്ടമാണ്, ഭയങ്കര രസമാണ്. ഈ നമ്മൾ ബാക്കി കറികളുടെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമല്ലേ പൈനാപ്പിൾ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് തുടങ്ങും. പൈനാപ്പിളിൻ്റെ പീസസ് ഇങ്ങനത്തെ ചങ്കി പീസസ് ആയിട്ട്, ഒരുപാട് വലുതല്ല, ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ പകുതി നല്ല പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഒരു പകുതി ഇതെങ്ങനെയാണ് എടുത്തത്, ഞാൻ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് എടുത്തു. നടുക്കുള്ള ഭാഗം എടുക്കില്ല, അത് ഞാൻ വെറുതെ കഴിക്കാൻ എടുക്കും. ഇത് ബാക്കി പീസസ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ പെരട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 1-1.5 ടേബിൾ സ്പൂണാണ് എൻ്റെ ഒരു കണക്ക്. എപ്പോഴും 1 ടേബിൾ സ്പൂണിലും ചെയ്യാം. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 4 വറ്റൽ മുളക് മുറിച്ചതും കറിവേപ്പില. തീ ഒന്ന് കുറയ്ക്കാം. ഇതിലേക്ക് പൈനാപ്പിൾ പീസസ്
ഒരു പകുതി പൈനാപ്പിളേ ഉള്ളൂ. യെസ്, മീഡിയം സൈസ് പൈനാപ്പിളിൻ്റെ പകുതി. ഒന്ന് വാടട്ടെ. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ പീസൊക്കെ ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്നാകും, അധികം സമയമൊന്നും എടുക്കില്ല. ആഹാ, വാടിത്തുടങ്ങി. പൈനാപ്പിളിൻ്റെ നല്ല മണമൊക്കെ വരുന്നു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. 5 മിനിറ്റേ ആവശ്യമുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തീ ഒന്ന് കുറയ്ക്കാം. പൈനാപ്പിൾ വാടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോന്നോരോന്നിട്ട് ചേർക്കുന്ന അതാണ് കറക്റ്റ്. 1 ടീസ്പൂൺ നിറച്ച മുളക് പൊടി. യെസ്, ഇതിങ്ങനെ പെരണ്ട് വരുന്നുണ്ടോ പൈനാപ്പിൾ പീസസ്. പൈനാപ്പിൾ പെരട്ടിസ് ഗെറ്റിംഗ് റെഡി. ഇനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അടുപ്പിൽ തന്നെ നടക്കട്ടെ. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ച ചുവയൊക്കെ മാറണം. അത്ര ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു, അത് മതിയാകും. പൈനാപ്പിളിനൊരു മധുരവും ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി തീ അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് സമയം കഴിഞ്ഞു. സംഭവം റെഡി. ഇനി തീ ഓഫ് ചെയ്താൽ മതി. അങ്ങനെ പൈനാപ്പിൾ പെരട്ടിസ് റെഡി. ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിനും നെയ്ച്ചോറിനും എന്താ പറയുക, ബിരിയാണിക്കും എല്ലാത്തിനും നല്ലതാണ്. തീ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെപ്പോഴും ഫുഡിൻ്റെ കൂടെ പൈനാപ്പിൾ കഴിക്കുകയാണെങ്കിൽ സ്ലൈസ് പൈനാപ്പിൾ കഴിച്ചാലും മതി. വയറിന് വളരെ നല്ലതാണ്. നമ്മുടെ ദഹന പ്രക്രിയ കുറച്ചുകൂടി ത്വരിതപ്പെടുത്തുന്ന കാര്യമാണ് പൈനാപ്പിൾ. ചിലർക്ക് പൈനാപ്പിൾ അലർജിയാണ്, അല്ലാത്തവർക്ക് ഓക്കെയാണ്, ഭയങ്കര നല്ലതാണ്. ഗട്ട് ഹെൽത്ത്. നമ്മുടെ പൈനാപ്പിൾ പെരട്ടീസ് ഓൾസോ റെഡി. ഇനി ഒരു കാര്യം കൂടിയേ ഉള്ളൂ. 3 കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞു. ചമ്മന്തി. ചമ്മന്തി എന്ന് പറയുമ്പോൾ ഇത് കറിവേപ്പില ചമ്മന്തിയാണ്, ഡിഫറെൻ്റാണ്. കറിവേപ്പിലയും നമ്മുടെ വയറിന് വളരെ നല്ലതാണ്, ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അതും കൂടി ചെയ്യാം. ആദ്യം കുറച്ച് കറിവേപ്പില എടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില. ഒരു കെട്ട്, ചെറിയൊരു കെട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ 1 കപ്പ് കറിവേപ്പില എന്ന് പറയാം. നിറച്ച് അമർത്തി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങ ചെറുകിയത്, 2 ചെറിയ ഉള്ളി. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയുടെ കൂടെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അല്ലാണ്ട് ഇഷ്ടമാണ്. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കാം. നമ്മുടെ മിക്സ്ചറിലൊക്കെ കിടക്കുന്നതാണ് പൊട്ടുകടല. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ചമ്മന്തി പാകത്തിന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് ക്ഷാമം ഉണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കുറച്ച് കുറയ്ക്കുക. പൊട്ടുകടലയുടെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടുക. മാക്സിമം കറിവേപ്പിലയാണ് വേണ്ടത്. അരഞ്ഞു തുടങ്ങി കറിവേപ്പിലയെല്ലാം. ശരിക്കും നല്ല കറിവേപ്പില ഫ്ലേവർ, മണം വരുന്നുണ്ട്. നോക്കിയപ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള പാകം. ഒരു പച്ച കളറിലെ ചമ്മന്തി ഈ പാകത്തിനാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ ചമ്മന്തി ഉരുട്ടി എടുത്തിരിക്കുക മതി. ഇതാണ് പാകം. അങ്ങനെ ടേസ്റ്റി ചമ്മന്തി കറിവേപ്പില. നിങ്ങൾക്ക് തോന്നും കറിവേപ്പിലയുടെ എന്തെങ്കിലും ഒരു സ്വാദ് വരുമോ അരച്ചൊക്കെ ചോറുമോ? ഒരിക്കലുമില്ല. എന്താ പറയണ്ടേ, അതിന് ഭയങ്കര ടേസ്റ്റാണ്. ആഹാ, എക്സലൻ്റ് ആണ്. ഇതൊരു മരുന്നും കൂടിയാണ്. വയറിൻ്റെ അണുക്കളെല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് കറിവേപ്പിലയ്ക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും പിൻവേംസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും ഒക്കെ കറിവേപ്പില വളരെ നല്ലതാണ്. കറിവേപ്പില ഇസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്.
അടിപൊളി കറിവേപ്പില ചമ്മന്തി. പിന്നെ എല്ലാ കാര്യങ്ങളും കൂടി ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റാം. അവിടെ ഇരുന്ന് ബാക്കി കാര്യം. അതെ, നമ്മുടെ പാവയ്ക്ക സാമ്പാർ താളിപ്പൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഗംഭീരമായിരിക്കും. എന്താ മണം. കൊച്ചുള്ളി പച്ചടി, നല്ല കുറുകിയ പച്ചടി, പെരട്ട പൈനാപ്പിൾ പെരട്ടും റെഡി, നമ്മുടെ ചമ്മന്തി. യെസ്. പിന്നെന്താ, ചോറ്. ഇന്ന് ചമ്പാവരി ചോറാണ്. ഇവിടെ കൂടുതലും ചമ്പാവരി ചോറാണ്. വൈറ്റ് റൈസ് വളരെ അപൂർവമാണ്. നമുക്ക് തുടങ്ങാം അല്ലേ. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഷൂട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ടേസ്റ്റിങ്ങിനാണ് പോണത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരിന് വേണ്ടിയേ കഴിക്കുള്ളൂ. ഉണ്ടാക്കി വെച്ചതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേ, അതുകൊണ്ട് മാത്രം ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. ഓക്കെ, ഒരുപാടൊന്നും കഴിക്കില്ല, വളരെ കുറച്ച്. പ്ലേറ്റിലിടുമ്പോൾ ഒരു ഫോട്ടോ വേണം. ആ ഒരു ഫോട്ടോയുടെ ഒരു നിറവിന് വേണ്ടിയിട്ട് റൈസിൻ്റെ ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ. ചമ്പാവരി ചോറും ഇച്ചിരൂടെ വയ്ക്കാം, ഇത്രയും കഴിക്കാൻ വേണ്ടിയല്ല, എങ്കിലും കാണുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നരുതല്ലോ. ഓക്കെ, ഒരു ആവറേജ് ക്വാണ്ടിറ്റി. പൈനാപ്പിൾ പെരട്ട്, ഉള്ളിപ്പച്ചടി, കാണുമ്പോൾ അറിയാമല്ലേ എന്താ ടേസ്റ്റ്. ഉള്ളിപ്പച്ചടി റെഡി. കറിവേപ്പില ചമ്മന്തി, സാമ്പാർ. സാമ്പാർ മുളകൊക്കെ നോക്കിയേ, തൊണ്ടൻ മുളകൊക്കെ വാടി കാര്യമായിട്ട് റെഡി ആയിട്ടുണ്ട്. നിറച്ച് പാവയ്ക്ക കിട്ടും നമുക്ക് ഓരോ പിടിയിലും. ഇങ്ങനെ എടുക്കുമ്പോൾ, ഒരു തവി എടുക്കുമ്പോൾ തന്നെ പാവയ്ക്ക സാമ്പാർ കിട്ടും. പാവയ്ക്ക ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി. പാവയ്ക്ക ഞാൻ പറഞ്ഞല്ലോ, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി കുറച്ച് നേരം വെച്ചിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് കഴുകി എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമേ പിന്നെ എന്താ പറയുക, കയ്പ്പുണ്ടാവില്ല പിന്നെ വറുത്തെടുക്കും. പക്ഷേ അതിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ പോകും, അത്രേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഞാനത് ചെയ്തില്ല കേട്ടോ, അല്ലാണ്ട് വറുത്തെടുക്കായിരുന്നു. അതുകൊണ്ട് ഇതിലിപ്പോൾ ഇച്ചിരൂടെ കയ്പ്പുണ്ടാവുമായിരിക്കും, ഒരല്പം കയ്പ്പുണ്ടാവും, എങ്കിലും അതിൻ്റെ ഗുണം ഒട്ടും തന്നെ ചോർന്ന് പോയിട്ടില്ല. ഇനി എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയട്ടെ. ഓക്കെ, അപ്പോൾ കഴിച്ചു തുടങ്ങാം. 1 by 1 ഓരോന്നിൻ്റെയും ടേസ്റ്റ് അറിയണ്ടേ. ആദ്യം പാവയ്ക്ക സാമ്പാറിൽ നിന്ന് തുടങ്ങാം. ഒരു സൈഡിൽ നിന്ന് പിടിക്കാം. പാവയ്ക്കയുടെ പീസസും കൂടി ചേർത്ത് തന്നെ കഴിക്കാൻ പറ്റും. ഗംഭീരം. ചെറിയൊരു കയ്പുണ്ട്, അത് സ്വാഭാവികമായ കയ്പ്. പക്ഷേ അത് ഒട്ടും തന്നെ ആ ടേസ്റ്റിനെ നമ്മളെ ബാധിക്കുന്നില്ല. കാര്യം അതിലൊരു പുളിയും എരിവും മധുരവും എല്ലാം വന്നപ്പോൾ എക്സലൻ്റ് ആയിരിക്കുന്നു. ഒരു സാമ്പാർ. എന്നാൽ പാവയ്ക്ക് കഷ്ണം കടിച്ച് കഴിച്ചു. ഇവിടെ ഉള്ളി, കൊച്ചുള്ളി പച്ചടി, അതിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ, ഊഹിക്കാം. ആഹാ, എന്താ സ്വാദം. അത് മാത്രം മതി ഒരു പറ ചോറുണ്ണാം, സീരിയസ്ലി. പൈനാപ്പിൾ പെരട്ട്, അത് 1.5 പെരട്ടായിരിക്കും. അത് ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരവും എരിവും ചെറിയൊരു പുളി എല്ലാം കൂടെ സമ്മിശ്രമാണ് ഇന്നത്തെ ലഞ്ച്. പാവയ്ക്കയുടെ ഒരു ചെറിയ കയ്പും പുളിയും മധുരവും, പിന്നെ പൈനാപ്പിളിൻ്റെ മധുരം, പച്ചടിയുടെ ഒരു ചെറിയൊരു ഭയങ്കര ടേസ്റ്റ്. അത് എന്താ പറയേണ്ടതല്ല. ഇനി ചമ്മന്തി, കറിവേപ്പില ചമ്മന്തി. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്. അത് മാത്രം വെച്ചിട്ട് ചോറിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കൂ. ഓ മൈ ഗോഡ്, എന്താ സ്വാദ് വരാൻ പോണേ. ഗംഭീരം. എൻ്റെ ഈ ഊണ് കുശാലാണ്. വളരെ ന്യൂട്രിറ്റീവ് ഹെൽത്തി ലഞ്ച് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ള, ഞാൻ എടുത്തിരിക്കുന്ന ഓയിലിൻ്റെ അളവ് എൻ്റെ ഒരു അളവാണ്. നിങ്ങൾക്ക് അതിനെക്കാട്ടി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിലും 1.5 ടേബിൾ സ്പൂണാണ് സാധാരണ ചേർക്കാറ്. അത് 1 ടേബിൾ സ്പൂണോ 3/4 ടേബിൾ സ്പൂണാക്കാം. ഇത്രയും ടേസ്റ്റിലൊരു ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, എന്നാലും സാരമില്ല. നിങ്ങൾ ഹെൽത്ത് അങ്ങനെ നോക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഇത് ഏതെങ്കിലുമൊക്കെ 1-2 കോംബോ ആയാലും മതി. ഈ ചമ്മന്തിയും പച്ചടിയും മാത്രം മതി കേട്ടോ കഴിക്കാൻ വേണമെങ്കിൽ. ഈ സാമ്പാറും പച്ചടിയും മാത്രം ആണെങ്കിലും കഴിക്കാം. ഈ പൈനാപ്പിൾ വരട്ടും ചമ്മന്തി മാത്രമാണെങ്കിലും കഴിക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് കോംബോ ഉണ്ടാക്കുക, കഴിക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഞാനിത് കഴിച്ചോളാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ എത്തണം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരും. അപ്പോൾ ആ വിശേഷങ്ങൾ പറ്റുന്ന പോലെ കുറച്ച് ഷെയർ ചെയ്യാം. ഓക്കെ, മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് പോകാണ്. ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നത്, ചെറിയൊരു ഷൂട്ട്. കൗമുദി ചാനലിൻ്റെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞൊരു കുക്കിംഗ് പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ടുള്ള. ഓക്കെ, പറ്റുന്ന പോലെയൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുന്നു. കാറിൽ കയറിയിരുന്നു. അതായത് നമ്മുടെ വീട്ടിലെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇറങ്ങുന്നത്. ഇച്ചിരി സമയം കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്. കാര്യം ഞാൻ ഇപ്പോൾ ഈ ഒരു കൗമുദിയുടെ ഷൂട്ടിന് വേണ്ടിയിട്ടാണല്ലോ പോണത്. ഞാൻ പറഞ്ഞല്ലോ, കൗമുദി ചാനലിൻ്റെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതൊരു കുക്കറി പ്രോഗ്രാമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ അത് സ്റ്റുഡിയോയിലൊന്നും അല്ല, അത് ഔട്ട്ഡോറാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വിഴിഞ്ഞം പാച്ചല്ലൂർ ഭാഗത്താണ് ഈ ഒരു ലൊക്കേഷൻ. അതൊരു ബീച്ച് സൈഡ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ അവിടേക്ക് പോണ റോഡെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇപ്പോൾ. കാര്യം നമ്മുടെ ആ കോവളം ഒരു ബൈപ്പാസ് ആ റോഡൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് നീട്ടിയെടുക്കുന്ന ഒരു റോഡാണ്. അവിടെ വരെ എത്തിയിട്ടില്ല, പക്ഷെ നല്ല രസമുള്ളൊരു റോഡാണ്, ഹൈവേ. അതുവഴിയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക്, അതായത് ഉച്ചയോടുകൂടി, ഉച്ച കഴിഞ്ഞ് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഉച്ച വരെ അവർക്ക് അവരുടെ കുക്കിംഗ് പാർട്ട് ഷൂട്ട് ചെയ്യണ തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടേസ്റ്റിങ്ങിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രം ഞാൻ എത്തിയാൽ മതിയല്ലോ. ടേസ്റ്റിംഗ് റൗണ്ടിലേക്കാണ് ഞാൻ പോണ ഗസ്റ്റായിട്ട്. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇതൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു സൈഡിൽ കടലാണ്, അതിൻ്റെ കുറച്ച് മേളിലായിട്ട് പൊക്കത്തിലാണ് ഈ ഒരു കോട്ടേജ് പോലെയുള്ള വീടുകൾ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ, ഇവിടെ എത്താനായിട്ട് വഴിയില്ല. കാറ് കുറേ ദൂരം നിർത്തിയിട്ട് കുറച്ച് നടക്കണം. കുറേ ഇടവഴികളിലൂടെ ഒരു 15 മിനിറ്റോളം നടക്കണം. 15-20 മിനിറ്റ് നടക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാലോ എന്താ ഭംഗിയെന്നറിയോ. ഒരു 3 കോട്ടേജസ് ഉണ്ട് പല തട്ടുകളിലായിട്ട്. അതിൽ ഒരു കോട്ടേജിലാണ് ഈ ഷൂട്ടൊക്കെ നടക്കുന്നത്. ഇതൊരു വീടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല സീ വ്യൂ ആണ്. ഈ 3 കോട്ടേജസിനും അങ്ങനത്തെ സീ വ്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ഇവരുടെ കൗമുദിയുടെ സ്ഥിരമായിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ഈ സോൾട്ട് ആൻഡ് പെപ്പർ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രോഗ്രാം തന്നെ ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സ്ഥലം, എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. വിഴിഞ്ഞം ഒരു ഹാർബറിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഞാനിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് കാർ ഏതാണ്ട് ഇതിൻ്റെ തൊട്ട് മേളിൽ വരെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ കാർ വരുന്ന വഴിയൊക്കെ പോയി. അങ്ങനെയാണ് ഇപ്പോൾ ചെറിയ ഇടറോഡിലൂടെ നടന്നു വരേണ്ട ഒരു ആവശ്യം വന്നിരിക്കുന്നത്. എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. പല ഭാഗത്ത് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ബാക്കി ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ വളരെ വളരെ ബിസിയാണ്. കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. പിന്നെ സരിതയാണ് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സരിത കുക്കിങ്ങിൻ്റെ തിരക്കിലാണ്, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോയി ബുദ്ധിമുട്ടിക്കുന്നില്ല, ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ മറ്റേ മുറിയിലൊക്കെ കറങ്ങി നടക്കുകയാണ്, പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട്. ആൻഡ് ഫൈനലി ഫുഡെല്ലാം ഫൈനൽ പ്രസൻറ്റേഷൻ്റെ ആ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് എല്ലാം കൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഷൂട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള നെയ്മീൻ, വറുത്തരച്ച കറി, ചോറ്, ബിരിയാണി, പിന്നെ ഈന്തപ്പഴവും, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് വാട്ടർമെലൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ സലാഡ് എല്ലാം തന്നെ ടേബിളിൽ ഇങ്ങനെ നിരന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇതിൻ്റെ മെയിൻ ആങ്കർ എന്ന് പറയുന്നത് ടി വിയിലൊക്കെ വരുന്നൊരു, അതായത് ഒരു ടെലിവിഷൻ സീരിയലിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ് സരിത എന്നാണ് പറയുക. പുള്ളിക്കാരിയുടെ പേര് സരിതയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാം. അപ്പോൾ സരിതയാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ലീഡ്. പുള്ളിക്കാരിയാണ് അതിൽ കുക്ക് ചെയ്യുന്നതും ഇതെല്ലാം കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സപ്പോർട്ടീവായിട്ട് ഒരു അമ്മായി ഉണ്ട്. അമ്മായി ഒരു ടി വി ആർട്ടിസ്റ്റ് തന്നെയാണ്. അതോടൊപ്പം മാളു എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചനുജത്തിയും കൂടി ഉണ്ട്, അനുജത്തി കുട്ടിയായിട്ട് വരുന്ന ഒരാളും കൂടി ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഷൂട്ടിന് അനിയത്തി കുട്ടി മാളു ഇല്ല, കാരണം മാളു വേറെന്തോ ആവശ്യമായിട്ട് സ്ഥലത്തില്ല.
പക്ഷേ ഇന്ന് വേറെ 3 പെൺകുട്ടികളുണ്ട്. അവർ ഇത് റമദാൻ സ്പെഷ്യൽ ആയതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്നും ബിരിയാണി എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവരും കൂടി പങ്കെടുക്കുന്നുണ്ട്, ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നു. ഈ കൗമുദിയുടെ ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള ഈ പ്രോഗ്രാം കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ സക്സസ്ഫുള്ളി റണ്ണിങ് ഷോയാണ്. അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഷോയാണ്. ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു ഷോയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇവിടെ അങ്ങനെ ഗസ്റ്റുകൾ അധികം വരാറില്ല. ഇവർ 3 തന്നെയാണ് കൂടുതലായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ വരാറ്. ഗസ്റ്റ് വളരെ, എനിക്ക് തോന്നുന്നു, സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രമേ വരാറുള്ളൂ. ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് വരും, അത്രേ ഉള്ളൂ. അത് ഇതുപോലെ ടേസ്റ്റ് ചെയ്യാനൊക്കെയാണ് വരുന്നത്. എന്തായാലും ഇതൊരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആംബിയൻസ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഒരു നാച്ചുറൽ ആംബിയൻസിൽ അവരുടെ വീട് പോലെ, വീട്ടിൽ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെയൊക്കെ കുക്ക് ചെയ്ത് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, അങ്ങനെ ഒരു പ്രത്യേകിച്ച് സ്ക്രിപ്റ്റഡ് വർക്കല്ല, അല്ലാണ്ട് വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം കടലിൻ്റെ ഭാഗത്തുനിന്ന് മീൻ പിടിച്ചുകൊണ്ട് വരുന്നു, അങ്ങനെയൊക്കെ വളരെ രസകരമായിട്ടാണ് അവരിത് ചെയ്യുന്നത്. എന്തായാലും സരിത വളരെ നന്നായിട്ട് ആണ്, സരിതയും സരിതയുടെ ടീം മെമ്പേഴ്സും ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസും ഒക്കെ വളരെ നല്ലതായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. എനിക്ക് വളരെ സന്തോഷമായിരുന്നു വരെ. ഞാനും എത്തിയിട്ടുണ്ട്. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ആരംഭമായി കഴിഞ്ഞു. എല്ലാം വളരെ നാച്ചുറലായിട്ടാണ് എടുക്കുന്നത്. സംസാരമാണെങ്കിലും എല്ലാവരും നമുക്ക് എന്താ തോന്നുന്നത് അത് നമ്മൾ സംസാരിച്ച് നോർമലായിട്ട് ബിഹേവ് ചെയ്യുക, അത് ക്യാമറ ഒപ്പിയെടുക്കുന്നു. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ 3 ഗസ്റ്റായിട്ട് വന്ന കുട്ടികളും നമ്മളോടൊപ്പം ഉണ്ട്. റമദാൻ സ്പെഷ്യൽ ഡേയുടെ ഭാഗമായിട്ട് അവരുണ്ട്. എന്തായാലും സരിത വളരെ നല്ലൊരു ഹോസ്റ്റസ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഫുഡൊക്കെ സെർവ് ചെയ്യുന്നു. എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ ഭക്ഷണമെല്ലാം എല്ലാവരും നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എന്തായാലും വളരെ രസമായിട്ട് ആണ് ഈ ഷൂട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഭക്ഷണം വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കഴിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം 2 ക്യാമറയിലായിട്ട് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല വെയിലാണ് പുറത്ത്, പക്ഷേ ഇതൊന്നും തന്നെ അറിയുന്നില്ല. കാരണം ഈ ചൂട് അറിയാനേ പറ്റില്ല. കാരണം അത്ര നല്ല കടൽക്കാറ്റാണ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് നല്ല കൂട്ടുകാരോടൊത്ത് നല്ല ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. ഭയങ്കര രസമായിട്ട് ഞാൻ ശരിക്കും നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ഈ ഒരു ഷൂട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നന്നായി ഇഷ്ടമായി അവരുടെ എല്ലാം ബിഹേവിയർ, പെരുമാറ്റം, നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ല ഭക്ഷണം, പിന്നെന്താ പറയുക, എടുത്തു പറയാനായിട്ട് എല്ലാം ടോട്ടലി ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അങ്ങനെ ഫൈനലി എല്ലാ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്കൊരു ഹാർഡ്ലി ഒരു 2 hours വേണ്ടി വന്നുള്ളൂ. വന്നതും പോയതും എല്ലാം കൂടി ചേർത്തൊരു 2 hours ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ച് നമ്മളുടെ കുറച്ച് നടക്കേണ്ടി വന്നു. കുറച്ച് വീണ്ടും നടന്ന് നമ്മുടെ കാറ് കിടക്കുന്ന ഭാഗത്തെത്തി. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കണം. ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.